എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് പൊന്നൂക്ക് സനുക്ക് സ്കൂളിലെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ഭയങ്കര തിരക്കായിരിക്കും എനിക്ക്. അവിടെ ഞാൻ രാവിലെ തന്നെ എണീറ്റ് പല്ലേക്കുള്ള നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് വേഗം കിച്ചണിക്ക് വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ലഞ്ച് ഉണ്ടാക്കണം, അതിലേക്ക് കറി ഉണ്ടാക്കണം. പിന്നെ സനുവിന് മദ്രസ പറഞ്ഞേക്കാല്ലേ ഓനിക്ക് കൊടുക്കല്ലേ ജ്യൂസ് ഉണ്ടാക്കണം. അങ്ങനെ എന്താണെങ്കിലും ഇന്ന് മദ്രസ ഉണ്ട്. ഇന്ന് വെള്ളിയാഴ്ച മാത്രമല്ലല്ലോ മദ്രസ ഇല്ലാത്തത്, അല്ലാത്ത ദിവസമൊക്കെ മദ്രസ ഉണ്ടല്ലോ. അപ്പോൾ ഓനെന്താണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ ഏതായാലും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എനിക്ക് രാവിലെ ഞാൻ പറഞ്ഞില്ലേ തിരക്കായിരിക്കും. എനിക്ക് നല്ല സ്വാഭാവികം, എല്ലാവർക്കും സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ വീട്ടിലൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ എന്താണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ദോശയും പൊട്ടറ്റോ ബജിയും പിന്നെ തേങ്ങ ചട്നി ഉണ്ടാക്കണം വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ പൊട്ടറ്റോ ബജിക്കില്ല, പൊട്ടറ്റോ ഇവിടെ പീങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്തിട്ടുണ്ട്, ഇനി അത് കോരി എടുക്കണം. പിന്നെ ദോശക്കാണെങ്കിൽ ഞാൻ സാധാരണ ഒന്നും എൻ്റെ ദോശ നന്നായി പൊങ്ങി വരലുണ്ട്. ഇന്നെന്താണെന്ന് അറിയില്ല, തണുപ്പ് കൂടിയുണ്ടോയെന്ന് അറിയില്ല, രാത്രിയൊക്കെ നല്ല മഴ പെയ്തുകൊണ്ടോയെന്ന് അറിയില്ല കേട്ടോ. നന്നായി പൊങ്ങി വന്നിട്ടില്ല. അപ്പം ചെറുതായിട്ട് പുളിച്ചിട്ടുണ്ട്. സനുമോൻക്കാണെങ്കിൽ പുളി വെച്ചാൽ തീരെ ഇഷ്ടമില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇനി ഇതിപ്പോൾ ഓൻ എങ്ങനെ തീറ്റിപ്പിച്ചെന്ന് ഇങ്ങനെ വിചാരിക്കും കേട്ടോ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ നെയ്യ് റോസ്റ്റിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കി കൊടുക്കുക. കുറച്ച് നെയ്യ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പുളി പോകുന്നില്ല എങ്കിലും ചെറിയ നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പോൾ അത് ചിലപ്പോൾ അങ്ങനെ തിന്നോളൂ എന്ന് വിചാരിച്ച്. അപ്പം അതിൻ്റെ അടിയിൽ പൊന്നു എണീറ്റിട്ടുണ്ട്. പൊന്നു പിന്നെ അതിൻ്റെ അടിയിലല്ല, പൊന്നു പിന്നെ നേരത്തെ എണീക്കും. ഓളെ എണീറ്റിട്ട് ഓളെ കുളിയൊക്കെ എണീറ്റിട്ട് ഓൾ 5 മണിക്ക് തന്നെ എണീറ്റിട്ട് കുളിച്ചും. കാരണം ഓളെ മുടി ഉണങ്ങാൻ വേണ്ടിയിട്ട് ഓളെ നേരത്തെ എണീറ്റേക്ക് തന്നെ ഓൾ കുളി കഴിച്ചിട്ടോ. അങ്ങനെ നമ്മൾ ദോശയൊക്കെ ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നെയ്യാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ നമുക്കിത് സനുമോനെ എങ്ങനെയെങ്കിലും തീറ്റിപ്പിക്കണമല്ലോ. എനിക്കാണെങ്കിൽ സ്കൂളിലെ ദിവസം ഇവർക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കി കൊടുക്കണം. കാരണം ഇഷ്ടമുള്ള ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഇവർ തിന്നൂല. അപ്പോൾ എങ്ങനെയെങ്കിലും അബദ്ധത്തിൽ ഇങ്ങനെ വിചാരിച്ച പോലെ ആയിട്ടില്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും തീറ്റിപ്പിക്കും. കാരണം സ്കൂളിലെ ദിവസം എനിക്ക് തിന്നാതെ പോയി കഴിഞ്ഞാൽ പിന്നെ ഉച്ചയാവില്ലേ ഇവർക്ക് എന്തെങ്കിലും കിട്ടാനെന്ന് ഞാൻ അങ്ങനെ വിചാരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിൽ സമാധാനം ഉണ്ടാവില്ല കേട്ടോ. വീട്ടിലാകുമ്പോൾ ഞാൻ വിചാരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് തിന്നാലും നമ്മളെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ, അങ്ങനെ വിചാരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ദോശ ചൂടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊട്ടറ്റോ ബജി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഉരുളക്കിഴങ്ങൊക്കെ പീഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്താണെങ്കിലും അതാക്കി എടുക്കട്ടെ. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ ഒരു 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിൻ്റെ കഷ്ണം എടുത്തിട്ട് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് അതിലേക്ക് ആഡ് ചെയ്ത് അപ്പോൾ അതിൻ്റെ റോ ഫ്ലേവർ മാറുന്നത് വരെ എല്ലാം ഒന്ന് വഴറ്റിയെടുത്ത് പിന്നെ ചോപ്പ് ചെയ്ത സവാള ആഡ് ചെയ്ത് കറിവേപ്പില ആഡ് ചെയ്ത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സവാളയ്ക്കുള്ള ഉപ്പ് മാത്രമേ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. കാരണം പൊട്ടറ്റോ പീങ്ങിയപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്കുള്ള ഉപ്പ് അതിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ടോ. സവാളിൻ്റെ കളറൊന്നും മാറണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. പിന്നെ എല്ലാം വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പീങ്ങി വെച്ച പൊട്ടറ്റോ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിങ്ങനെ ഉടച്ചെടുക്കണം. അപ്പോൾ എൻ്റെ ഉടക്കണ ആയുധം ഇതാട്ടോ, ഗ്ലാസ് ആട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കൊടുക്കണ്ടോ ഇതിനെ കൊണ്ടിട്ടോ ഉടക്കൽ പെട്ടെന്ന് ഉടഞ്ഞിട്ടോ. അങ്ങനെ അതെല്ലാം ഉടച്ചെടുത്തിട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഹാർഡാണല്ലോ, കട്ടിയിലാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. കുറച്ച് ലൂസുമാണല്ലോ നമുക്ക് ദോശൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചെടുക്കാനൊക്കെ. പിന്നെ ഒരു അബദ്ധമല്ല, ഞാൻ പച്ചമുളക് ആഡ് ചെയ്യാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്താണെങ്കിലും അങ്ങനെ കഷ്ണാക്കിയിട്ടാൽ പച്ചമുളകിൻ്റെ എരിവായിക്ക് ഒരിക്കലും പിടിക്കില്ല. അപ്പോൾ എരിവിനായിട്ട് ഞാനാണെങ്കിൽ ഒന്നും അരി ചേർത്തിട്ടുണ്ടായിട്ടില്ലേനു. അപ്പോൾ എന്ത് ചെയ്തു, പച്ചമുളക് ചതച്ചിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടോ. ഇനി എല്ലാം ഒന്നിങ്ങനെ മിക്സാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അതിന് ശേഷം നമുക്കിത് വാങ്ങി വെക്കാം കേട്ടോ. അങ്ങനെ എന്താണെങ്കിൽ നമ്മൾ പൊട്ടറ്റോ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പാത്രം വെച്ചിട്ട് ഈ ചട്ടി വെച്ചിട്ട് ഇതിൽ തന്നെ ആയിട്ട് ഞാൻ തേങ്ങാ ചട്ടി ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ അത് വേറെ പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കടുക് പൊട്ടിച്ചെടുത്തു. പിന്നെ കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ തേങ്ങയ്ക്ക് ഞാൻ ഉപ്പും ചീരാപ്പറങ്കി ഇട്ടുകൊണ്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തേങ്ങ ചട്നി കൊണ്ട് റെഡി ആയിട്ടുണ്ട്. കാരണം പെട്ടെന്ന് ആക്കിയില്ലെങ്കിൽ പൊന്നൂക്ക് നേരത്തെ ബസ്സേരും, സനുക്ക് പിന്നെ കുറച്ച് ലൈറ്റായിട്ട് കേട്ടോ ബസ്സേര്. അപ്പോൾ പൊന്നൂക്ക് ബ്രേക്ക്ഫാസ്റ്റ് തിന്നാൻ വേണ്ടിയിട്ട് കൊടുക്കണം. പിന്നോക്ക് ലഞ്ചൊക്കെ ബോക്സിലാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ചോറേ ആയിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ കൊണ്ടുപോകാൻ കൂട്ടാനൊന്നും ആയിട്ടില്ല. അപ്പം ഞാൻ എന്താണെങ്കിലും പൊന്നൂക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കട്ടെ. അങ്ങനെ ഓളെ വിളിച്ച് ചേർത്ത് ഞാൻ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ വെച്ച് കൊടുത്താൽ മതി, ഓളങ്ങനെ വന്നിട്ട് എടുത്തിട്ട് തിന്നോളൂ ടേബിൾ വെച്ച് കൊടുത്താൽ. അങ്ങനെ ഞാൻ ചോറ് ഏതായാലും അയക്കണം. അപ്പം അതിലേക്ക് കുറച്ച് ചെമ്മീൻ പൊരിച്ചെടുക്കാൻ വിചാരിച്ചു. ഈ ചെമ്മീനാണ് പറ്റ കുഞ്ഞാട്ടോ. ഇത് ക്ലീനാക്കി എടുക്കാൻ ഭയങ്കര പാടായിരുന്നു, പറ്റ ചെറുതായതുകൊണ്ട്. പിന്നെ ഇന്നലെ ക്ലീനാക്കിയാണ്ട് മസാല ഇട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ രാവിലെ നമുക്ക് എളുപ്പമാണല്ലോ. അങ്ങനെ ഞാൻ പൊന്നുക്കൽ ചോറാക്കി കൊടുക്കുകയാണ്. കുറച്ച് ചോറാക്കി കൊടുക്കുള്ളൂ. കാരണം എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ കുറച്ച് ചോറേ കൊണ്ടുള്ളൂ, എനിക്ക് കുറേ ചോറ് തരുന്നൊക്കെ പറയട്ടുള്ളൂ. അങ്ങനെ ഓക്കിൽ ലഞ്ചൊക്കെ ബോക്സിലാക്കിയിട്ട് ഓളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സനു മദ്രസ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ തിന്നുന്ന ടൈം ആയിട്ടില്ല ശരിക്ക്. ദോശയ്ക്ക് ചെറിയ പുളിയുള്ളതുകൊണ്ട് ഞാൻ തിന്നൂല്ലെങ്കിൽ ഞാനിങ്ങനെ ഒപ്പിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണക്കാട്ടിലും ഇങ്ങനെ
ആരെങ്കിലും ഉണ്ടാകുമ്പോൾ ഓനെ തിന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് തിരിച്ചാലോ വിചാരിച്ച് ഞാനും ഒപ്പം ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഓനെയും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓനക്ക് പിന്നെ ചോറ് കൊടുത്തേക്കണ്ട കേട്ടോ, പിന്നെ കൂട്ടാൻ മാത്രമേ കൊടുത്തേച്ചിട്ടുള്ളൂ. അപ്പോൾ കൂട്ടാനും ചോറൊക്കെ ഓനക്ക് സ്കൂളിൽ നിന്ന് കിട്ടും. പിന്നെ എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ പൊന്നുക്ക് ഏതെല്ലാം ഉണ്ടാക്കുമ്പോൾ കൂട്ടാനും ഓനക്കും കൂടെ ആക്കി കൊടുക്കും കേട്ടോ. പൊന്നുക്കാണെങ്കിൽ കിട്ടായിട്ടില്ല, പൊന്നുക്ക് സ്കൂളത്തെ ചോറ് എന്താ അറിയില്ല, വാങ്ങാൻ ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ ഇനി ഉച്ചയ്ക്കിൽ കറി ആക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കുമ്പളങ്ങ ഉണ്ടായിരുന്നു നമ്മളെ കുമ്പളങ്ങൻ്റെ വള്ളിമ്മ. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഈ കുമ്പളങ്ങ ചീഞ്ഞിട്ടുണ്ട് കേട്ടോ, മഴ ആയതുകൊണ്ടാണോ അറിയില്ല. പിന്നെ ഈ മുറ്റത്ത് കൂടെ പടർന്നുകൊണ്ടായിരിക്കും. കാക്കുനോട് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കുമ്പളങ്ങ ഒന്ന് ഇതായിക്കണമെന്ന് പറഞ്ഞപ്പോൾ മുറ്റത്ത് കൂടെ പടർന്നു കഴിഞ്ഞാൽ ചെയ്യും, പിന്നെ പ്രത്യേകിച്ച് മഴയല്ലേ എന്തുമെങ്കിലൊക്കെ ഇങ്ങനെ കയറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ഇത് അങ്ങനെ ഉണ്ടാകുക, പറിച്ച കറി വെക്കുക എന്നല്ലാതെ. അപ്പോൾ ഞാനെല്ലാം കുമ്പളങ്ങ ഇങ്ങനെ നോക്കിയിരുന്നു. പക്ഷെ ഉണ്ടായിക്കാണ്ട് പോയപ്പോൾ എന്തോ ഒരു സങ്കടം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കാക്ക എന്താണ് ഇങ്ങനെ പറഞ്ഞതല്ലേ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ലാതുണ്ടാവുമെന്ന്. അപ്പം ഞാൻ എന്തായാലും അങ്ങനെ ചെയ്ത് നോക്കാം, ഉണ്ടായത് വെറുതേക്ക് എടുത്തി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു പട്ട എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുമ്പളങ്ങ ഉണ്ടായതൊക്കെ ഞാൻ അതിമ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടൈം ഇപ്പോൾ നമ്മളെ തൊടുകൂടെ നടന്നാൽ തന്നെ അത്യാവശ്യം കറി വെക്കാനും ഉപ്പേരിക്കും അങ്ങനെയുള്ളതൊക്കെ കിട്ടും കേട്ടോ. ചില ടൈമിൽ നമുക്ക് ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല കേട്ടോ, കുമ്പളങ്ങയും മത്തനും ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. പിന്നെ കറി വെക്കാനൊക്കെ ചീര കറി ഇഷ്ടമാണ് എനിക്ക്. കറിയാണെങ്കിലും ഉപ്പേരിയാണെങ്കിൽ ചില ടൈം ചീര ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ കേട്ടോ. അതേപോലെ പപ്പായ ഒക്കെ എപ്പോഴും ഉണ്ടാകുന്ന സാധനം ചില ടൈമിൽ ഇല്ലാത്ത ഇതും വരലുണ്ട് കേട്ടോ. ഇപ്പോൾ എന്താണെന്നറിയില്ല, പപ്പായൊക്കെ അത്യാവശ്യം നല്ലോണം ഉണ്ട്. അപ്പോൾ ചീരനെ കൊണ്ട് ഉപ്പേരിയാക്കാം, കുമ്പളങ്ങനെ കൊണ്ട് കറിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഉമ്മാൻ്റെ വെള്ളിമ അത്യാവശ്യം നല്ല മത്തണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പെരിച്ചായി തിന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ബാക്കിയുള്ള 2-3 മത്തമ്മ പറിച്ചിട്ട് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു പൊട്ടെടുത്ത് കിടന്നിട്ടുണ്ട്. മത്തനെ കൊണ്ട് ഉപ്പേരിയൊക്കെ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാത്രി ഓല് വരുമ്പോൾ തന്നെ മത്തനെ കൊണ്ട് ഉപ്പേരിയാക്കുക, പിന്നെ ചീരനെ കൊണ്ട് ഉപ്പേരിയാക്കുക, പിന്നെ കുമ്പളങ്ങ കറിയും വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എല്ലാം അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താണെങ്കിലും കുമ്പളങ്ങ കൊണ്ടുള്ള കറി ആക്കട്ടെ ഞാൻ ആദ്യം. അങ്ങനെ അതിൽ കുമ്പളങ്ങൊക്കെ തോലൊക്കെ കളഞ്ഞ് അങ്ങനെ ചെറുതായി കഷ്ണാക്കിയിട്ടുണ്ട് കേട്ടോ. കുമ്പളങ്ങ നന്നായി മൂപ്പായിട്ടൊന്നുമില്ലേനു. അപ്പോൾ കൂടുതൽ മൂപ്പായി കഴിഞ്ഞാൽ ഇനി കേടൊന്നും പോകണ്ടെന്ന് വിചാരിച്ചു. പിന്നെ പെട്ടെന്ന് വേകാനും ഒക്കെ ഇങ്ങനെ കൂടുതൽ മൂപ്പാകാത്ത കുമ്പളങ്ങയാണല്ലോ. അപ്പോൾ അതെല്ലാം കൊടുത്താണ് കഷ്ണാക്കിയിട്ടുണ്ട്. ഇനി എന്താണെങ്കിലും നമുക്ക് ഈ കറി അടുപ്പത്ത് വെക്കട്ടെ. ചോറ് വെന്ത് തീ അടുപ്പത്തുണ്ട്, അത് ഫുള്ളായിട്ട് പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ മുന്നേ വേഗം കറി വെക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ കുമ്പളങ്ങൊക്കെ മൺചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യട്ടെ. മസാലപ്പൊടികളൊന്നുമില്ല, ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മാത്രമേ ആഡ് ചെയ്യണുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഒരു പുളിൻ്റെ ഒരു കുരുവെന്നോ അങ്ങനെ എന്താ പറയില്ല, അങ്ങനെ അതും ആഡ് ചെയ്തിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് തക്കാളി ഒന്നും ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ചെറിയ പുളി വേണേനോ, അതിനാണ് ഒരു കമ്പ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. തക്കാളീൻ്റെ ഒരു പുളി കിട്ടുമ്പോഴാണെങ്കിൽ, തക്കാളിൻ്റെ പുളിയല്ല ചെറിയ പുളി കിട്ടണം, കൂടുതൽ ഓവർ പുളിയാവും ചേർത്ത്, അതുകൊണ്ട് ഒരു കമ്പ് പുളി മാത്രം ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെവിടെയാണെങ്കിൽ ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല മഴയും കാറ്റൊക്കെയാണ്. വാർപ്പിൻ്റെ മുകളിൽ നിറച്ചില്ല, അങ്ങനെ വീടിൻ്റെ മുകളിൽ അത്യാവശ്യം മരങ്ങളുള്ളതുകൊണ്ട് ഒരു മഴയും കാറ്റും ഉണ്ടായാലും അല്ലെങ്കിലും കുറച്ചിങ്ങനെ ചമ്മലിങ്ങനെ കെട്ടിക്കും. എന്നിട്ട് നമ്മൾ ഈ വെള്ളം പോകണ അവിടെ അടഞ്ഞിക്കും. അപ്പം നമ്മൾ മഴ പെയ്ത വെള്ളം മൊത്തം വാർപ്പിൻ്റെ മുകളിലേക്ക് കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നമ്മൾ ഒഴിവാക്കി കൊടുക്കണം. പിന്നെ ചൂലിട്ടടിച്ചിട്ട് മുറം കൊണ്ട് വരാനൊന്നും അങ്ങനെ വെള്ളമായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, പറ്റില്ല. അപ്പോൾ ഞാൻ ചെറിയ വെയിലൊക്കെ കിട്ടി കുറച്ചൊക്കെ വെള്ളമൊക്കെ വാർന്നു കഴിഞ്ഞാൽ പിന്നെ അടിച്ചു വരാം, അങ്ങനത്തെ ടൈം ഇപ്പം ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കൈ കൊണ്ടോ ഒക്കെ ഇങ്ങനെ കഴിയണ മാതിരിയൊക്കെ വാരിയെടുക്കലാണ്. നമ്മളെ വീടിൻ്റെ ഒപ്പമുള്ള വീട്ടിലൊക്കെ ചോർച്ച തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ വീടിൻ്റെ ഒപ്പമല്ല, നമ്മൾ വീട് വെച്ചതിന് ശേഷം വെച്ച വീട്ടിലൊക്കെ ഇപ്പോൾ അങ്ങനെ ചില വീട്ടിലൊക്കെ ചോർച്ച തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ വീട് എന്താണെന്നറിയില്ല, എന്തോ ഒരു ഭാഗ്യത്തിന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ വീടിൻ്റെ മുകൾക്ക് ഇടാൻ മുകൾക്ക് വീടുണ്ടാക്കാൻ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കാക്കുനോട് പറയാം നമുക്ക് മുകൾക്കൊന്നും വേണം, നമുക്ക് ഇതന്നെ മതി എന്ന് പറയട്ടെ. അപ്പോൾ കാക്കു പറയും ശ്രദ്ധിച്ചാണെങ്കിൽ നമുക്ക് ഇതന്നെ മതി, കാരണം ചോർന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താണെങ്കിലും നമുക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞാൽ മുകൾക്ക് എന്താണെങ്കിലും വീട് എടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ നമ്മളത് കണ്ടിട്ട് ആദ്യം കുറച്ച് വാട്ടർ പ്രൂഫൊക്കെ അടിച്ചിട്ടേനു, എന്നാലും നമ്മൾ വെള്ളം കെട്ടിക്കണമൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ചോർച്ചയൊക്കെ വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്കേ പോയി ഇങ്ങനെ വാരി എടുക്കണം ചമ്മലൊക്കെ കേട്ടോ. അങ്ങനെ ഞാൻ ആ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നമ്മളെ കുമ്പളങ്ങയൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാൻ വിചാരിച്ചാണ് മിക്സിൻ്റെ ജാർക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 അല്ലി കറിവേപ്പിലയും പിന്നെ പച്ചമുളകും പിന്നെ ചെറിയ ജീരകം ഇത്ര ഇട്ട് കൊടുത്താണ് നമുക്കിത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ. ഞാൻ ഉപ്പേരിയാണെങ്കിലും കറിയാണെങ്കിലും എന്താണെങ്കിലും കുറച്ച് ഉണ്ടാക്കിയെടുക്കലുള്ളൂ, അല്ലെങ്കിൽ അതോടെ ബാക്കിയാവും. കറിയൊക്കെ പ്രത്യേകിച്ചും പെട്ടെന്ന് ബാക്കിയാവും, കാരണം പച്ചക്കറി കൂട്ടാൻ ഞാനാണ് ഇവിടെ കൂടുതൽ കൂട്ടുക. പൊന്നാണെങ്കിലും ചാനാണെങ്കിലൊക്കെ കുറച്ച് എടുക്കുള്ളൂ. പിന്നെ ഒരിക്കൽ ഇഷ്ടം എന്ന് വെച്ചാൽ ഈ സദ്യൻ്റെ പോലെ 2-3 ഉപ്പേരി 2-3 കറി അങ്ങനെയൊക്കെ
കൂടുതലുണ്ടെങ്കിൽ ഓർക്ക് ഒരുമിച്ചിട്ട് കൂട്ടിക്കുഴച്ചിട്ട് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഉപ്പേരിയാക്കുമ്പോൾ 2 ഉപ്പേരിയാക്കും. അതാണ് ഞാൻ മത്തനെ കൊണ്ടും ചീരനെ കൊണ്ടും ഉപ്പേരിയാക്കാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് 3 എന്തെങ്കിലുമൊക്കെ ഒരു കറി, എന്തെങ്കിലും ഒരു കൂട്ടാൻ അല്ലെങ്കിൽ മീൻ, ഇത് അതിൻ്റെ ആവശ്യമുള്ളൂ. ചോറ് നമുക്ക് തിന്നണമെങ്കിൽ. അപ്പോൾ ഞാൻ 2-3 ഉപ്പേരി 2-3 കറി ഇങ്ങനെയൊക്കെ ആക്കാൻ ശ്രമിക്കൂട്ടോ. അപ്പോൾ എന്താണ് നമ്മൾ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മളെ കുമ്പളങ്ങ ഒന്നും അടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മളെ കറിപ്പാത്രം ഞാൻ ഇപ്പുറത്തേക്ക് വാങ്ങി വെച്ചിട്ടുണ്ട്. കാരണം നന്നായി തിളച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഞാൻ രണ്ടാമത് മിക്സിൻ്റെ ജാർ ചാറ്റ് വെക്കുമ്പോൾ തന്നെ ഇത് നന്നായി തിളക്കും എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ വേഗം അടുപ്പിൻ്റെ പുറത്തേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ ജാർ ചാറ്റ് വെച്ചിട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് ഇനി നമുക്ക് അടുപ്പത്തേക്ക് വെക്കാൻ വിചാരിച്ചു. അപ്പോൾ 1-2 തിള, അതിനപ്പുറം തിളക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഈ കറി ചപ്പാത്തിൻ്റെ ദോശക്ക് പറ്റും, എനിക്കറിയില്ല, അപ്പത്തിന് ചപ്പാത്തിക്ക് ഇതിനൊക്കെ കോമ്പിനേഷൻ ആട്ടോ ഇങ്ങനെ കുമ്പളങ്ങ കറി വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഇനി എന്താണെങ്കിലും ഇത് ആ തള തിളച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ഒരു തള തിളച്ചപ്പോൾ തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കടു പൊട്ടിച്ചെടുക്കണം. അപ്പോൾ കടു പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കടുക് ഇട്ടെടുത്തു. പിന്നെ വറ്റൽമുളക്, ഞാൻ ഇതെല്ലാം കഴുകി ഇട്ടുകൊണ്ട് എനിക്ക് അതിൻ്റെ അടുത്ത് നിൽക്കാൻ പേടിയാണ്. കാരണം വറ്റൽമുളക് കഴുകിയിട്ട് വെള്ളം അതിന് വറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ വറ്റൽമുളകൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചെറിയുള്ളി, ഒരു 4 ചെറിയുള്ളി ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അതും ആഡ് ചെയ്ത് കൊടുത്ത് ഇനി നമ്മൾ ഈ ചെറുള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് കേട്ടോ, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ കളർ മാറി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിത് നമ്മളെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ മമ്പയർ വേവിച്ചെടുക്കട്ടെ. മമ്പയർ കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തലേന്ന് തന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇത്രയും ആഡ് ചെയ്തിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്തിട്ട് കുക്കർ മൂടിയിട്ട് ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കണം. നമുക്ക് മത്തൻ എരിശ്ശേരി ഉണ്ടാക്കണം. എരിശ്ശേരിനെ തോന്നുന്നുണ്ട് മത്തനെ കൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കാനാണ് എന്താണെങ്കിലും. അപ്പോൾ തന്നെ നമ്മൾ കറി വെച്ച അടുപ്പത്ത് തീ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ച് അവിടെ ചീരനെ കൊണ്ട് ഉപ്പേരിയാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അവിടെ നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ ഏതായാലും ചൂടായി വരട്ടെ. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ച് നമുക്ക് ചീര കേക്ക് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ എല്ലാം ഒന്ന് കട്ട് ചെയ്യാം. ഒരു 3 വിസിലടിച്ചതിന് ശേഷം ഞാൻ കുക്കറിൻ്റെ മൂടി തുറന്നിട്ട് നമ്മളെ മമ്പയർ നന്നായി വെന്തിട്ടുണ്ട്, ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മത്തനും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ മമ്പയർ പാകത്തിന് വേവാവും. അപ്പോൾ മത്തനൊക്കെ കേക്കിയിട്ട് ഞാൻ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മത്തൻ്റെ തൊലി ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഈ മത്തൻ്റെ തൊലി കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് തോന്നിയിട്ടില്ല. ചിലവർ മത്തൻ്റെ തൊലി കട്ട് ചെയ്യണം കണ്ടിട്ട്, ഞാനും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ. അപ്പോൾ എനിക്കെന്തോ കടിച്ചുമ്പോൾ ഇത് ഇഷ്ടം കുറവേനു. പിന്നെ ആരോ പറഞ്ഞു, എൻ്റെ ഉമ്മനെ തോന്നുന്നുണ്ട് പറഞ്ഞേ മത്തൻ്റെ തൊലി അങ്ങനെ കട്ട് ചെയ്യില്ല. അപ്പോൾ മത്തൻ്റെ തൊലി കട്ട് ചെയ്യാതെ കേട്ടോ ഞാൻ അതിക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളെ മത്തനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മറ്റേ വിസിലടിച്ചപ്പോൾ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ പ്രഷർ തന്നെ അങ്ങനെ വെച്ചിരിക്കുന്നു. അപ്പോൾ പ്രഷറൊക്കെ പോയപ്പോൾ ഞാൻ എടുത്ത് നോക്കി. അപ്പോൾ മത്തന് കുറച്ച് ഓവർ വേവിക്കണമെന്ന് തോന്നി. പക്ഷേ എനിക്ക് ഇങ്ങനെ ഉടഞ്ഞ് വിരകണതിനായിട്ട് ഇഷ്ടം. പിന്നെ അതിലേക്ക് ഞാൻ അരപ്പ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. തേങ്ങയും അതേപോലെ ചെറിയ ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ കൂട്ടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ പിന്നെ കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കടുക്, കറിവേപ്പില, പിന്നെ വറ്റൽമുളക് വെളിച്ചെണ്ണയിൽ കടുക് ഇട്ടെടുത്ത് പിന്നെ വറ്റൽമുളക് ഇട്ടെടുത്ത് പിന്നെ കറിവേപ്പില ഇട്ടെടുത്തിട്ടോ. അപ്പോൾ ഞാൻ മത്തൻ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്കതിൻ്റെ പേര് എരിശ്ശേരി തന്നെ തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഞാൻ എന്താണെങ്കിലും എരിശ്ശേരി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇനി ഒന്ന് തിളച്ചിട്ട് ഞാൻ ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മത്തനോടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കുക്കിംഗ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വേഗം ക്ലീൻ ആക്കി ഇടട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നേരത്തെ ചീര കഴിഞ്ഞിട്ടുണ്ടായല്ലോ, അപ്പോൾ ഞാൻ അപ്പുറത്ത് അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീനച്ചട്ടിക്ക് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ചുവന്നുള്ളി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ അത് മൂപ്പിച്ചെടുക്കുന്നുണ്ട്, ഇവിടെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതെല്ലാം മൂത്ത് വന്നിട്ട് നമുക്ക് അതിലേക്ക് ചീര ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ അപ്പോൾ ഇന്ന് കുക്ക് ചെയ്ത ഇതിലൊക്കെ ഞാൻ തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പൊതുവേ എനിക്ക് തേങ്ങ ആഡ് ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല. പക്ഷേ കാക്കൂന് ഒരു ദിവസം തേങ്ങരച്ച് കറി കൊടുത്തോണ്ട് പിന്നെ 4 ദിവസം 5 ദിവസം കഴിഞ്ഞിട്ട് തേങ്ങരച്ച് കറി കൊടുത്താൽ പറയും എന്നും തേങ്ങരച്ച് കറി തന്നെ ചോദിക്കൂട്ടോ. അത്രയും തേങ്ങരച്ച കറിയാണെങ്കിൽ ഉപ്പേരിയാണെങ്കിൽ എന്നോട് വലിയ ഇഷ്ടമില്ലാത്ത ആളാണ് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇപ്പോൾ കാക്കൂനെ ഓർത്തേ, കാരണം ഞാൻ കുമ്പളങ്ങ കറിക്കും തേങ്ങ അരച്ചിട്ട് വാർന്നിട്ടുണ്ട്, പിന്നെ എരിശ്ശേരിക്കും തേങ്ങ അരച്ച് വാർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചീരൻ്റെ ഉപ്പേരിയാണ്, ഇതിലേക്ക് ഞാൻ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ചീര ഉപ്പേരി ഉണ്ടാക്കിയപ്പോൾ ഈ ചീനച്ചട്ടിക്ക് വെളിച്ചെണ്ണയും പിന്നെ ചുവന്നുള്ളി ചോപ്പ് ചെയ്ത്
ആഡ് ചെയ്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഞാൻ ചീര ഇട്ട് കൊടുക്കുകയും ചെയ്തത്. അതിലേക്ക് ഉപ്പോ മുളകോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. തേങ്ങ അരച്ചപ്പോൾ അതിലേക്ക് ഉപ്പും കുറച്ച് പച്ചമുളകും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങ അരച്ചതെന്ന് പറയാനില്ല, തേങ്ങ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ. അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ചീരക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം അങ്ങനെ ഓർത്ത ഇതിലേക്ക് തേങ്ങ അരക്കണ്ടില്ലേനും, കാരണം മൊത്തം തേങ്ങയായി പോയി കേട്ടോ. പക്ഷെ എന്താണെങ്കിലും ഞാൻ ഈ തേങ്ങ ക്രഷ് ചെയ്തെടുത്തില്ലേ, അപ്പോൾ ഞാൻ ചീരിക്കാണെങ്കിലും മുളകൊന്നും ആഡ് ചെയ്തിട്ടില്ല, അതെല്ലാം തേങ്ങയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കൂട്ടൽ നിർബന്ധമായി തോന്നി. അപ്പോൾ എന്താണെങ്കിലും അതും അതിലേക്ക് ചേർത്ത് കൊടുത്തുകൊണ്ട് എല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചീരുപ്പേരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുക്കിംഗ് പരിപാടി ഇതോടുകൂടെ തീർന്നിട്ടുണ്ട് കേട്ടോ. അല്ല, തീർന്നിട്ടില്ല. ഞാൻ വിചാരിക്കണേ ചോറ് തിന്നാൻ ടൈം ഈ ടൈം തീർന്നിട്ടുണ്ട്. ചോറ് തിന്നാൻ ടൈം ഇനി ഓംപ്ലേറ്റ് ആക്കാമെന്ന്. കാരണം 2 ഐറ്റം ഉപ്പേരി, 1 ഐറ്റം കറിയല്ലേ ഉള്ളത്. അപ്പോൾ അല്ലെങ്കിൽ ഒന്ന് മീൻ അല്ലെങ്കിൽ മുട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഫുഡ് കഴിക്കാൻ നേരത്തെ ആക്കാമെന്ന് കേട്ടോ. നമുക്ക് ആംപ്ലേറ്റൊക്കെ ചൂടാറി കഴിഞ്ഞാൽ രസമില്ലല്ലോ, ചൂടെടുക്കാനല്ലേ രസം. അപ്പോൾ അത്യാവശ്യം നല്ല മയം കാറ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഫുഡൊക്കെ പെട്ടെന്ന് ചൂടാറും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചീരുപ്പേരി ഇവിടെ ഇരിക്കട്ടെ, വിറക് എടുത്ത് മാറ്റാം കേട്ടോ. ചോറ് എന്തായാലും നേരത്തെ വെച്ചുകൊണ്ട് ചൂടാറിയിട്ടിട്ട്, അപ്പോൾ ഉപ്പേരിയെങ്കിലും അത്യാവശ്യം നല്ല ചൂടിലിരുന്നോട്ടെ വിചാരിച്ചാണ് ഞാൻ അവിടെ വെച്ച്. പിന്നെ വീതനൊക്കെ തുടച്ച് ക്ലീനാക്കി, പിന്നെ നമ്മളാകം തുടച്ച് ക്ലീനാക്കി ഞാൻ തിരുമ്പാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. എനിക്ക് കൂടുതൽ തിരുമ്പാനൊന്നും ഉണ്ടാവില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇപ്പം മഴ ആയതുകൊണ്ട് സന്മോന് തന്നെ അങ്ങനെ പന്തളിച്ചാനൊന്നും പോകാത്തതുകൊണ്ട് കൂടുതൽ ചളി ഉണ്ടാവില്ല കേട്ടോ. അല്ലെങ്കിൽ മഴക്കാലമൊന്നും അല്ലെങ്കിൽ ഇവൻ എപ്പോഴും പന്തളിച്ചാൻ പറ്റി ഇവൻ്റെ പാൻറ്റിലൊക്കെ ഭയങ്കര ചളിയായിരിക്കും. സ്കൂളത്തെ ഡ്രസ്സിലാണെങ്കിലും വല്ല ചളി ഉണ്ടാവില്ല, കാരണം സ്കൂളിൽ നിന്ന് തന്നെ ഗ്രൗണ്ടിലൊക്കെ ചപ്പൽ ചെയ്തുകൊണ്ട് വല്ലാതെ ഗ്രൗണ്ടിലേക്കും പോകില്ല. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ തിരുമ്പുമ്പോൾ ആരുടെ ഡ്രസ്സിലും വലിയ ചളിയില്ല. എൻ്റെ ഡ്രസ്സത്തൊക്കെ ചളി പോലെ തന്നെ ഓൻ്റെ ഡ്രസ്സിലുണ്ടാവുള്ളൂ. അവിടെ ജസ്റ്റ് ഒന്ന് സാബുൻ വെച്ചിട്ട് ഒന്ന് തിരുമ്പിയാൽ മതി. അല്ലെങ്കിൽ ഓൻ്റെ പാൻറ്റൊക്കെ വാഷിംഗ് മെഷീൻ ഇട്ടാലും വെളുക്കില്ല. ഞാൻ 2-3 വട്ടം സാബുൻ തേച്ചിട്ടൊക്കെ തച്ചിട്ട് തിരുമ്പി വെളുപ്പിച്ചില്ല കേട്ടോ. അങ്ങനെ തിരുമ്പലും തോരയിടലും കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ടൈം 1:30 ആയിട്ടുണ്ട്. ടൈം പോയതേ അറിയില്ല ഈ വീഡിയോ എടുക്കാൻ നിൽക്കണോണ്ട്. അപ്പോൾ ഞാൻ വേഗം മുട്ടനെ കൊണ്ട് ഓംപ്ലേറ്റ് ആക്കി ചോറ് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വേഗം ചോറ് തിന്നട്ടെ. ഇപ്പം എനിക്ക് കുറച്ചായിട്ട് എത്ര കൂട്ടുണ്ടായാലും മുട്ട ഉണ്ടായാലും മീൻ ഉണ്ടായാലും ഇറച്ചിണ്ടായാലും എന്തുണ്ടായാലും അച്ചാർ കിട്ടണം എന്ന് തോന്നും കേട്ടോ. അപ്പോൾ വീട്ടിൽ അച്ചാറുള്ളതുകൊണ്ട് ഞാൻ എത്ര കൂട്ടുണ്ടായാലും അച്ചാർ ഓവറായി എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും വീട്ടിൽ അച്ചാറില്ലാതിരിക്കണേ നല്ലത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നിസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങി എണീച്ചപ്പോൾ തന്നെ 5 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സനു വന്ന്, പിന്നെ 5:30 ആകുമ്പോഴാട്ടോ പൊന്നു വരിക. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് പൊന്നു വന്ന് അപ്പോൾ ഓൾ പറഞ്ഞു ഞാൻ ഉണ്ടാക്കുക സ്നാക്സ് എന്ന് പറഞ്ഞിട്ട് ഓൾ പഴം വാട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പഴം നെയ്യിൽ വാട്ടുമ്പോൾ പഞ്ചസാരയും തേങ്ങ ഇട്ട് കൊടുക്കണേന് പകരം നമ്മൾ ശർക്കരയും തേങ്ങ ഇട്ട് കൊടുത്ത്. പക്ഷേ എനിക്ക് പഞ്ചസാരയും തേങ്ങ ഇട്ട് കൊടുക്കണക്കാട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചായ നമുക്ക് 3 വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ചായ അങ്ങനെ എപ്പോഴൊന്നും ഉണ്ടാക്കില്ല, എപ്പോഴെങ്കിലും വല്ലാതെ പുതിയ നമ്മളൊക്കെ ഉണ്ടാക്കുള്ളൂ. അങ്ങനെ നമ്മൾ 3 സ്നാക്സൊക്കെ തിന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തരുന്നു. അപ്പം ടാറ്റാ.